ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഇന്ന് മുതൽ നമ്മൾ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അതായത് ഓണത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒന്ന് രണ്ട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നതാണ്. അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തെ മറ്റു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാം മുഴുവനായിട്ട് കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എൻ്റെ കുളിയും ഫ്രഷ് ആവലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാനിതാ ഒരു മണിക്കൂറോളം ഉള്ളൊരു ക്ലീനിങ്, പെട്ടെന്നുള്ളൊരു കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം സമയം 6 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ രാവിലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ലിവിങ്ങൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് റെഡിയാക്കിയിട്ട് വെക്കട്ടെ. എനിക്ക് രാവിലെ എടുക്കുന്ന പണികൾ നല്ല ഇൻട്രസ്റ്റോടെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളും അതിൻ്റെ തുടർച്ചയായിട്ട് അങ്ങ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഒരു മടിയില്ലാതെ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് രാവിലെ തന്നെ തുടങ്ങണം കേട്ടോ. ഇല്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് ചോദിച്ചാൽ പിന്നെ അന്നത്തെ കാര്യം മുഴുവൻ ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യാതെ അങ്ങനെ മാറ്റി വെക്കലുണ്ട്. രാവിലെ തന്നെ നല്ല എനർജി ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. ആ ഒരു പ്ലാന്റില്ലേ, ആ ഒരു ബാംബു പ്ലാന്റ് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അത് നല്ലതാട്ടോ. നമ്മളകത്ത് വെക്കുന്നത് നല്ലതുമാണ്. കുറേ നാൾ ഒരു 2 ആഴ്ചത്തോളം നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കും കേട്ടോ. പിന്നീട് ജസ്റ്റ് പുറത്തേക്ക് വെച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇരിക്കുന്നൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെയ്ത് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ പിങ്ക് ആന്തൂറിയം മാറ്റിയിട്ട് റെഡ് ആന്തൂറിയം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആന്തൂറിയും അതുപോലെ കുറച്ച് നാൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. കുറച്ചധികം നാൾ തന്നെ ഇരിക്കും. ജസ്റ്റ് വെള്ളം മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ഒന്ന് സെറ്റാക്കിയിട്ടൊന്ന് വിരിച്ചിടട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പണികളല്ലാതെ തന്നെ നമ്മൾ അലക്കൽ അങ്ങനത്തെ പുറത്തുള്ള പണികൾ എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ വരാറുണ്ട് കേട്ടോ. നമ്മൾ എല്ലാം ഒന്നും നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കില്ല. ഇപ്പോൾ ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതൊന്ന് പോയിട്ട് ആറിയിടും അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാ പണികളും ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരുമിച്ച് മൊത്തത്തിൽ എല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ഒരു 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളെ വീട്ടിലെ പണികൾ, നമുക്ക് അന്ന് ചെയ്യേണ്ട പണികൾ മുഴുവൻ തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് എനിക്ക് തുടക്കാനില്ല. അപ്പോൾ മൊത്തം മേലെയും താഴെയൊക്കെ നന്നായിട്ടൊന്ന് തട്ടി അടിച്ചു വരാൻ കേട്ടോ ഇന്നുള്ളത്. അപ്പോൾ എൻ്റെ ടേബിള് ഞാൻ ക്ലീൻ ആക്കാൻ വന്നപ്പോൾ ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ വെച്ചിട്ടുള്ള അതിന്മേൽ കുറച്ചധികം സാധനങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെ വെച്ചിട്ട് അപ്പോൾ അത് കാണിച്ചു തരാൻ നിന്നാൽ അതിന്മേൽ എൻ്റെ സമയം കുറേ പോട്ടോ. അപ്പോൾ ഈ അടിച്ചു വാരലും കൂടെ കഴിഞ്ഞിട്ട് അത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ക്ലീനിങ്ങും ചെയ്യാം. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ക്ലീനിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നീട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചു വരട്ടെ. അധിക സമയം ക്ലീനിങ്ങിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ചെറിയൊരു ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമുക്ക് അഗാരോന്ന് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇതാണ് എൻ്റെ ടേബിൾ ഇങ്ങനെ പരന്ന് കിടക്കട്ടെ. ഇങ്ങനത്തെ സാധനങ്ങളും കാര്യങ്ങളും ഞാൻ ഇന്നലെ അൺബോക്സ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടോ, നമ്മളെ ഒരുപാട് ഏരിയകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ ഇത്. ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബറാണ് കേട്ടോ. ബാത്റൂം, ബാത്ത് ടബ്സ്, ടൈൽസ്, ഫ്ലോറ്, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. കാണിച്ചു തരാം. ഇതിൻ്റെ പവർ ബട്ടൺ ഇതാണ്. ഇതിൻ്റെ മെയിൻ സംഭവം ഇതാണ് കേട്ടോ. മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കേബിളാണ് കേട്ടോ. നമുക്ക് കറണ്ടിൽ ഇത് ചാർജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോയിൻ്റാണ് അത് വരുന്നത്. ആ പവർ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് ഹൈ സ്പീഡ് വരും. പിന്നീട് അതിൻ്റെ ലോ സ്പീഡിലേക്കും അത് താനെ പോകുന്നുണ്ട്. പിന്നെ ഇത് അതിൻ്റെ എക്സ്റ്റൻഷനാണേ. നമുക്ക് മറ്റേത് കയ്യിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്റ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിന്നിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ബ്രഷും മാറി ഇട്ടിടണം. ഇത്
ലാർജ് ബ്രിസൽ ബ്രഷാണ് കേട്ടോ. ഇത് നമുക്ക് ടൈല്, ഫ്ലോറ്, ബാത്റൂം ടൈൽസ്, അകത്തത്തെ നമ്മൾ ലിവിങ് ഏരിയ, അങ്ങനത്തെ അകമൊക്കെ നമുക്ക് ടൈലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ. ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇടാനും ഊരാനൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് പറ്റുമേ. ഇത് ഫൈബർ സ്പഞ്ച് ബ്രഷാണ് കേട്ടോ. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പ്, ഗ്യാസ് ടോപ്പ്, അങ്ങനത്തെ കുക്കിംഗ് ഏരിയാസ്, അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാ ഈ ഒരു സംഭവമില്ലേ, വെൽക്രോ ഹെഡിൽ ഇത് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളിത് ഓരോന്നും ഇങ്ങനെ ബാക്കിയുള്ള ബ്രഷുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഇത് സ്പഞ്ച് ബ്രഷാണേ. നമുക്ക് ഗ്ലാസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്ലീൻ ആക്കാനുള്ളതാണ്. പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ, അതായത് ക്ലോത്ത് ബ്രഷാണ് കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് നമുക്ക് പോളിഷ് ബ്രഷാണ് കേട്ടോ. വുഡൻ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോളിഷ് ചെയ്തതൊക്കെ നല്ല നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് വരുന്നത് സ്മോൾ ബ്രിസൽ ബ്രഷും അതുപോലെ തന്നെ പോയിൻറ്റഡ് ബ്രിസൽ ബ്രഷുമാണ് കേട്ടോ. ഇത് രണ്ടും വരുന്നത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഇത് പിന്നെ ഇത് വരുന്നത് നമുക്ക് ചുമരിലോ എവിടെയെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഈ സംഭവങ്ങൾ ഈ ഒരു അതിൻ്റെ ആ ഒരു നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഞാനത് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതങ്ങനെ നമുക്കിതിൽ വേണമെങ്കിൽ കൊളുത്തിയിടാം, അല്ലെങ്കിൽ അതിലിങ്ങനെ ഇതാക്കിയിട്ട് വെക്കാൻ ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബ്രഷ് മാത്രമേ നമ്മൾ വെള്ളം നനക്കുന്നുള്ളൂ. ഇത് മുഴുവനായിട്ട്, ഇതിൻ്റെ മോട്ടർ മുഴുവനായിട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കരുത് കേട്ടോ. പിന്നെ ഇതിൽ 2 സ്പീഡാണുള്ളത്. നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫസ്റ്റ് സ്പീഡ് ഹൈ സ്പീഡിലേക്ക് പോകും. പിന്നീട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പവർ ബട്ടൺ ഞാൻ കാണിച്ചു തന്നില്ല, അതിൻ്റെ ഈ മെയിനായിട്ടുള്ള സംഭവത്തിൽ ഈ മോട്ടറിൻ്റെ അതിൽ രണ്ടാമത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ രണ്ടാമത്തെ സ്പീഡിലേക്കും പോകും. കുറഞ്ഞത് സ്പീഡ് 250 RPM, കൂടിയത് 350 RPM ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 2500 mAh ആണ്. പിന്നെ 3-4 മണിക്കൂറൊക്കെ ഇത് ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ 1.5 മണിക്കൂർ നമുക്ക് 3-4 മണിക്കൂർ കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1.5 മണിക്കൂർ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമേ. ക്ലീനിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 1 ഇയർ വാറൻറ്റി ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ കോഡ്ലെസ് ഡിസൈൻ കെയർ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനും ക്ലീനിങ് വേഗത കൂടുതൽ മെച്ചപ്പെടുത്താനും കാര്യക്ഷമമായ ആഴത്തിലുള്ള വൃത്തിയാക്കൽ നേടാനും ഇത് നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ നിന്നിട്ടുള്ള ക്ലീനിങ് ആണ് കാണിച്ചു തരുന്നത്. ആ എക്സ്റ്റൻഷൻ ഞാനൊന്ന് അതിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മെയിൻ യൂണിറ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ലാർജ് ബ്രിസൽ ബ്രഷില്ലേ അത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പം ഞാൻ ഫ്ലോറിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലിവിങ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ചിലപ്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് ക്ലീൻ ആക്കി എടുക്കാനുണ്ടാവില്ല. ഈ ടൈലിൻ്റെ ഇടയിലും അങ്ങനെയൊക്കെ ഇടയ്ക്കൊന്ന് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യേണ്ടി വരുമല്ലോ. ബാത്റൂം അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. വെള്ളമോ കുറച്ച് ലിക്വിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്യുക കേട്ടോ. സ്പീഡ് കൂട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ആക്കാം, നമുക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറ്റും. അല്ല കുറഞ്ഞ ലോ സ്പീഡിലാണെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. നല്ല ഈസിയാണ് കേട്ടോ. അതിന് ആ പ്രസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്പീഡാവും. ഒന്നുകൂടെ അതന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോ സ്പീഡിലും ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇതാണ് കേട്ടോ നമ്മുടെ ക്ലോത്ത് ബ്രഷ് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കുമ്പോൾ ഫുൾ വെള്ളം അതിലേക്ക് അബ്സോർബ് ആകുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് നല്ല നീറ്റായിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ കേട്ടോ. ഇത് തന്നെ നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് വോൾ ടൈലൊക്കെ, അതായത് ക്ലോത്ത് ബ്രഷില്ലേ അത് വെച്ചിട്ട് വോൾ ടൈലും കാര്യങ്ങളും ഒക്കെ നമുക്ക് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. ഇനി വാഷ് ബേസിനൊന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ വാഷ് ബേസിൻ ക്ലീൻ ആക്കാൻ ഞാൻ സ്മോൾ ബ്രിസൽ ബ്രഷില്ലേ, അത് നമ്മളിപ്പോൾ എടുത്ത വലുതിൻ്റെ തൊട്ട് ചെറുത് അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഈ വാഷ് ബേസിനൊക്കെ ഉരക്കുന്ന ബ്രഷിൻ്റെ ആ ഒരു ടൈപ്പ് ബ്രഷ് കേട്ടോ. കുറച്ച് ലിക്വിഡ് ആക്കി ഞാനൊന്ന് ഇതിങ്ങനെ ജസ്റ്റ് കൈ ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ല സ്മൂത്തായിട്ട് അതിങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ
അങ്ങനെ ഈ കൈവേദനയുള്ളവർ, കാലുവേദനയുള്ളവർ അങ്ങനെയൊക്കെ ഇല്ല, അവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആവും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് കൊടുത്താൽ മതി, ഇങ്ങനെ പ്രസ് ചെയ്ത് കൈയിട്ട് ഉരച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് ഈ കോർണർ ഭാഗങ്ങളില്ലേ, നമുക്കിങ്ങനെ ചകിരി എത്താത്ത അങ്ങനത്തെ ഏരിയ അഴുക്ക് പറ്റിപ്പിടിച്ചിരിക്കും, എന്നിട്ട് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ഏരിയയിൽ നമ്മളെ ഈ പോയിൻറ്റഡ് ബ്രഷില്ലേ, ഇപ്പം ഞാനിപ്പോൾ ബ്രഷ് മാറ്റിയിട്ടുണ്ട്, ആ ഒരു പോയിൻ്റായിട്ട് നിൽക്കുന്ന ആ പോയിൻ്റർ ബ്രഷ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടോ അതിൻ്റെ ആ ഇടയിലേക്കൊക്കെ പോയിട്ട് അതിൻ്റെ ഉൾഭാഗത്തേക്ക് പോയിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. ഞാനിങ്ങനെ കൈ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ, അത് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ എൻ്റെത് ഇങ്ങനെ ഈ ഒരു സ്ലാബിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ഇതല്ലേ, അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പിലൂടെയൊക്കെ ക്ലീൻ ആക്കാൻ എന്താ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്ക് ആ കോർണറൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാം നല്ല സൂപ്പർ ക്ലീൻ ആയിട്ടുണ്ടേ. ഇനി അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സ്പഞ്ച് ബ്രഷില്ലേ, സ്പഞ്ച് ബ്രഷ് കൊണ്ട് നമ്മുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. നമ്മുടെ ബാത്റൂമിലുള്ള ഗ്ലാസ്, അലമാരേൻ്റെ ഗ്ലാസ്, ഇതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെയുള്ള ഗ്ലാസ്, എന്തെങ്കിലും ലിക്വിഡോ എന്തെങ്കിലും ആക്കി കൊടുത്ത്, ഇനി അല്ലെങ്കിലും വെറുതെ ആണെങ്കിലും ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല ഈസി ആയിട്ട് ഒരു പാടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല ക്ലീനായിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന ഗ്ലാസ് കിട്ടും കേട്ടോ നമുക്ക്. നല്ല ഈസി അല്ലേ. ഇനി നമ്മളെ കൗണ്ടർ ടോപ്പ് ഇപ്പൊക്കെ വൈറ്റ് കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഒക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഇതുകൊണ്ട് നല്ല ഈസിയാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് എന്തെങ്കിലും ലിക്വിഡോ കാര്യങ്ങളോ, ഒരു ഡിഷ് വാഷ് ലിക്വിഡോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബ്രഷാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്, അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ നല്ല ഈസി അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് കുക്ക് ടോപ്പ്, നമ്മുടെ ഗ്യാസ്, ഹോബ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമേ. കൗണ്ടർ ടോപ്പ് അങ്ങനത്തെ ഏരിയാസൊക്കെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ക്ലീനായിട്ട് നല്ല സ്ക്രബായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു നമുക്ക് പാത്രമൊക്കെ കഴുകിയിട്ട് അതിൻ്റെ ചുറ്റിലുള്ള ഭാഗമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല ഈസിയാണ്. ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് നമ്മൾ പോകേണ്ടി വരില്ല കേട്ടോ. എപ്പോഴും നമ്മുടെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ ആ കോർണർ ഭാഗത്ത് നമ്മുടെ പോയിൻറ്റഡ് ബ്രഷ് ഇല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്, ഞാനിപ്പോൾ എടുത്തിട്ടില്ല, ഞാനിപ്പോൾ ഇത് രണ്ടും കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ. നല്ല അടിപൊളി ക്ലീനായി നല്ല സൂപ്പർ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ വെട്ടിത്തിളങ്ങുന്ന കൗണ്ടർ ടോപ്പ് നമുക്ക് കിട്ടുക, വൈറ്റൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്. ഇനി നമ്മളെ വുളൻ ക്ലോത്ത് ബ്രഷാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ വുഡും കാര്യങ്ങളൊക്കെ അല്ലേ, വുഡിലൊക്കെ ഒരു പോളിഷ്, അതിൻ്റെ ആ പോളിഷ് നിലനിർത്തുന്നതാണ് കേട്ടോ. കാര്യം നമുക്കിനിപ്പോൾ ഇത് ഈ വുഡൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ വിനീറിൽ വന്നിട്ടുള്ളതാണ്, അത് നമുക്ക് ആ സ്പഞ്ചിൽ വെള്ളമാക്കിയിട്ടോ ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. നല്ല നീറ്റായിട്ട് അതിലെ പൊടിയും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല നീറ്റായിട്ട് എന്നാൽ നല്ല അതിനെ നല്ല സ്മൂത്ത് ആക്കുകയും ചെയ്യും കേട്ടോ. നല്ല പോളിഷ് ആക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളം കൊണ്ടാണെങ്കിൽ അങ്ങനെ, വെള്ളം ഇല്ലാതെയാണെങ്കിൽ അങ്ങനെ നമുക്ക് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ അതാ നമ്മളെ പോയിൻറ്റഡ് ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. നമ്മളെ ബാത്റൂമിലെ ടൈല്, കിച്ചണിലെ ടൈല് അങ്ങനത്തെ ഭാഗത്തൊക്കെ നമുക്ക് ഈ കോർണർ ഒക്കെ നമുക്ക് പോയിൻറ്റഡ് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കുക. ടൈലിൻ്റെ ഇടയൊക്കെയല്ലേ അതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അവിടേക്കുള്ള അഴുക്ക് നിൽക്കുമ്പോഴാണ് നമ്മൾ കിച്ചണിലായാലും ബാത്റൂമിലായാലും ഒക്കെ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇടയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൈറ്റ് ടൈലൊക്കെ ആണെങ്കിൽ ഈ അഴുക്ക് നിൽക്കൂലേ, അതൊക്കെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നമുക്ക് നമ്മളെ കയ്യിനൊന്നും വേദന ഇല്ലാതെ റിസ്ക് എടുക്കാതെ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നല്ല സ്പീഡായിട്ട് ക്ലീനായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ ഫ്ലോറില്ലേ, ഇതിപ്പോൾ ഞാൻ ലാർജ് ബ്രിസൽ ബ്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്ലോർ ക്ലീൻ ആക്കിയില്ലേ, അതിതാ നമുക്ക് ബാത്റൂമിൻ്റെ ഫ്ലോറാണെങ്കിലും ഇതുപോലെ കോർണറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് വരും കേട്ടോ. എന്തെങ്കിലും ലിക്വിഡ് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. 2 സ്പീഡിലാണെങ്കിൽ നമുക്ക് 2 സ്പീഡിലും ഇട്ടെടുക്കാം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണം, ഇത് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻ്റായിട്ട് കൊടുക്കുക. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഈ എല്ലാ ബ്രഷ് കൊണ്ടും നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഈസി ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ യൂസിങ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആയിട്ട് ഉണക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് അടുത്ത യൂസിന് വേണ്ടിയിട്ട് നല്ല സെറ്റാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെക്കുക. അത്രയേ ഉള്ളൂ. നല്ല ഈസിയാണ് കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാനും ഒക്കെ നല്ല ഈസിയാണ്. ഇതുകൊണ്ടുള്ള ക്ലീനിങ്ങും അടിപൊളിയാണ്. ഇത് യൂസ് ചെയ്യാനും നല്ല എളുപ്പമാണ് കേട്ടോ.
യൂസർ മാനുവലും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും എളുപ്പമായിരിക്കും നിങ്ങൾ അതിൽ നോക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ എൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, റഫീഖയും പോയി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നും അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതല്ല. അപ്പോൾ ഇന്ന് ആ ഒരു ഭാഗം ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ മുറ്റം ഞാൻ കുറച്ച് സമയം വൈകിച്ചത് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളാം എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വൈകിട്ട് മുറ്റടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ വെയിൽ വന്നു, അങ്ങനെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ. വെയിലില്ല, എന്നാൽ ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്, തണുപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കട്ടെ. അപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് നല്ല എളുപ്പമുണ്ട് കേട്ടോ. മുറ്റടിക്കാൻ വേണ്ടിയിട്ട് വേഗം അടിച്ച് നീങ്ങുമല്ലോ. 2 ദിവസമായിട്ട് മഴയില്ല കേട്ടോ. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. മുറ്റടിച്ചിട്ടില്ലേ ശരിക്കും പറഞ്ഞൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. മുറ്റടിച്ചാൽ നല്ലൊരു ഉഷാറ് വരും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ മുറ്റം അടിച്ച് ക്ലീൻ ആയത് ഇങ്ങനെ കാണണം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആക്കട്ടെ. ഞാൻ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. അപ്പോഴത്തേക്കും ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. അപ്പം ഞാൻ അധിക ദിവസങ്ങളിലും തലേ ദിവസത്തേക്കുള്ള എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ തലേ ദിവസം ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ തലേ ദിവസം ഞാൻ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടി കിച്ചണിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒന്ന് പിറ്റേ ദിവസത്തേക്കുള്ള റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഓണമൊക്കെ ആവാൻ പോവല്ലേ, ഓണത്തിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോകളിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ കുറച്ച് പച്ചക്കറി ഇതിനായിട്ട് വാങ്ങിയതല്ല, കുറച്ച് പച്ചക്കറികളൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാമ്പാർ, അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു വറുത്തരച്ച സാമ്പാർ കാണിക്കുമെന്ന്. അപ്പോൾ നമ്മൾ വറുത്തരച്ച സാമ്പാർ പൊടിയൊന്നും ചേർക്കാത്ത സാമ്പാറും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി പച്ചടിയും വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു പച്ചടിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഓണമൊക്കെ ആഘോഷിക്കാൻ പോകുന്നവർക്ക്, അറിയാത്തവർക്ക് ഒരു നല്ല സദ്യ ഉണ്ടാക്കാനുള്ള റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ അതാവുമ്പോഴത്തേക്ക് അവരതൊന്ന് സെറ്റാക്കിയിട്ടെടുക്കും. അറിയുന്നവർക്ക് ഒന്നുകൂടെ നിങ്ങൾ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ നമ്മൾ തലേ ദിവസം എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചാലല്ലേ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് കിച്ചണിലേക്ക് വരാനും നമ്മളെ പണികളൊക്കെ ചെയ്യാനും, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ അറിയാമല്ലോ, നമുക്ക് കിച്ചണിലേക്ക് വരാനൊക്കെ പിറ്റേ ദിവസം ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും, ഒരു റിലാക്സിങ് ഡേ ആയിരിക്കും. ഇനിയിപ്പോൾ അല്ലെങ്കിലും നമുക്ക് വെറുതെ ഇരിക്കൊന്നും വേണ്ടിയില്ല, കിച്ചണിൽ വന്ന് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചെറിയൊരു മാവ് ആട്ടി വെച്ചാൽ തന്നെ നമുക്ക് അങ്ങനെയല്ലേ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും തോരനൊക്കെ അരിഞ്ഞ് വെക്കുക. ഇനിയിപ്പം മീനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. ഇനി ഒന്നും അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് പിറ്റേ ദിവസമൊക്കെ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഇന്ന ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കുന്നത്, രാവിലെ ഇന്നതാണ്, ഉച്ചയ്ക്ക് ഇന്നതാണ് എന്നുള്ളത് തന്നെ നമ്മൾ മൈൻഡിലൊന്ന് സെറ്റാക്കി വെച്ചാൽ തന്നെ അല്ലേ നമ്മൾ ആ ഒരു മടിയൊന്നും നമ്മൾ പറയില്ല എല്ലാം ചെയ്യാൻ മടിയാണ്, ഒന്നിനും തോന്നില്ല, അതൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. നമ്മളതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നല്ല ചെറിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരും നമുക്ക് കിച്ചണിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കിച്ചണിൽ ജോലി ചെയ്യാൻ മടിയുള്ളവരും പെട്ടെന്ന് ജോലി തീരാത്തവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് പിറ്റേ ദിവസത്തെ ഹെൽപ്പ് ചെയ്യുന്ന ചെറുതായിട്ടുള്ള തേങ്ങ ചിരകി വെക്കാം, നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി റെഡിയാക്കിയിട്ട് വെക്കാം. കുറേ ദിവസത്തേക്കല്ലെങ്കിലും പിറ്റേ ദിവസത്തേക്കുള്ള ചെറിയൊരു എമൗണ്ടെങ്കിലും നമുക്ക് ഒന്ന് ഒരുക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കിങ്ങിനൊക്കെ സ്പീഡില്ലാത്തവരും മടിയുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കട്ടോ. നിങ്ങളെ മടിയൊക്കെ പതുക്കെ ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഞാൻ സാമ്പാറിനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പച്ചടിക്കുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സാമ്പാറിലേക്ക് ഉള്ളി, തക്കാളി, അതിലേക്ക് എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം കട്ട് ചെയ്ത് നമ്മളെന്തായാലും എയർ ടൈറ്റുള്ള ബോക്സിൽ അടച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ടല്ലേ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ സാമ്പാറിനുള്ള എല്ലാം പച്ചമുളക്, തക്കാളി, ഉള്ളി അതെല്ലാം റെഡിയാക്കിയിട്ട് വെക്കലുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ പിറ്റേ ദിവസം ആ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ജസ്റ്റ് കുക്കിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ എല്ലാം റെഡിയാക്കുന്ന കൂട്ടത്തിൽ ഇതെല്ലാം റെഡിയാക്കിയിട്ട് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചെറിയൊരു ബോക്സിൽ വെണ്ടയ്ക്കയും വഴുതിനയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചടിക്കുള്ളത്, സാമ്പാറിനുള്ളത് എല്ലാം സെറ്റ്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. അപ്പോൾ അത് ഞാൻ തലേ ദിവസം ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ.
ഇനിയിപ്പോൾ ദാ എൻ്റെ മുട്ടടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദാ അകത്ത് കയറി. ഇനി നമ്മളെ സാമ്പാർ ഉണ്ടാക്കി തുടങ്ങാം നമുക്ക്. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സാമ്പാർ പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അത് യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഇത്രയും അളവിൽ പച്ചക്കറി ഇത്രയും അളവിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ക്വാണ്ടിറ്റി ആട്ടോ പറയുന്നത്. ഒരു 5 ടീസ്പൂൺ മല്ലിപ്പൊടി നിങ്ങൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ജസ്റ്റ് ചൂടായി വരും. ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തോ കേട്ടോ, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കണം. നമ്മൾ ഇടുന്ന മസാലപ്പൊടികൾ കരിഞ്ഞു പോകരുത്. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ കായത്തിൻ്റെ കഷ്ണമില്ലേ അതാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. കായപ്പൊടിയാണെങ്കിൽ ഈ അളവിൽ ഈ ഒരു സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്തോ എണ്ണയിലേക്ക്. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ വറുക്കുമ്പോൾ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടിയാണെങ്കിൽ, കായത്തിൻ്റെ കഷ്ണമാണെങ്കിൽ നമുക്ക് ഇതന്നെ അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മസാല മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങളില്ലേ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ പരിപ്പ് വേറൊരു കുക്കറിൽ നമുക്ക് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. പരിപ്പ് ഞാൻ തൽക്കാലം വേറൊരു കുക്കറിൽ വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമാണോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ ഒരു ചെറിയ ശർക്കരേൻ്റെ കഷ്ണം, അത് ഉരുക്കിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിവെള്ളം ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കേട്ടോ. നിങ്ങൾ കുക്കറിൽ വേവുന്നതാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. കഷ്ണങ്ങൾ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകാതെ. അപ്പോൾ അത് വെന്ത് വരട്ടെ. ആ ഒരു സമയത്ത് ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ വെണ്ടക്ക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുക്കാവുകയും വേണം, അതോടൊപ്പം ആ ഒരു പശയില്ല, അവരിങ്ങനെ കൊഴുകൊഴുത്ത സംഭവം അതൊന്ന് പോയി കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് കുക്കായിട്ടും വരും, ആ ഒരു പശയൊക്കെ പോയിട്ട് വരും. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വൈറ്റ് കളറിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ലൈറ്റ് യെല്ലോ കളറിലാണ് ആക്കിയെടുക്കുന്നത്. അതൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു മഞ്ഞളുടെ ആ ഒരു കുത്ത് പോയതിന് ശേഷം നമ്മുടെ അരപ്പ് കുറച്ച് തേങ്ങ മതി കേട്ടോ. ഒരു അരക്കപ്പൊക്കെ തേങ്ങ എടുക്കുക. തേങ്ങയിൽ 2 പച്ചമുളക് കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് ചേർക്കുക, തൈര് കൂടുതൽ ചേർക്കുക കേട്ടോ, എന്നാലാണ് പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ആ അരപ്പ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തു. കാര്യം ആ മഞ്ഞൾപ്പൊടിൻ്റെ കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. തിളച്ചതിന് ശേഷം മാത്രം തൈര്, നല്ല കട്ട തൈര് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ, അധികം പുളിയില്ലാത്ത തൈരാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പുളിയൊക്കെ നിങ്ങളെ പാകത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നന്നായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടാണ് കേട്ടോ തൈര് ചേർത്ത് കൊടുത്തത്. ഇനി ഒന്നുമില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈരും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് പാകാക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ വെണ്ടക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ഓണത്തിന് ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ വെണ്ടക്ക പച്ചടിയും കൂടെ ഉണ്ടാക്കിക്കോട്ടോ. ഞാനതൊന്ന് വറവിട്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്യാമറ ഓഫായിട്ട് പോയേ. വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, ഉണക്കമുളക്, അതുപോലെ തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ തേങ്ങ ചെരുകിയതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഗോൾഡൻ കളറാകുമ്പോൾ തിരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് ഓഫായിട്ട് പോയതാണ്. അത് തേങ്ങ ചെരുവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഗോൾഡൻ കളറാകുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ ഈ വറവിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ വെണ്ടക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ വിസിൽ വന്ന് എയറെല്ലാം പോയി റെഡി ആയിട്ടുണ്ട് നമ്മളെ സാമ്പാർ. അപ്പോൾ അതിലേക്കുള്ള അരപ്പ് ഞാൻ തേങ്ങ വെളിച്ചെണ്ണ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തു. ഒരു അരക്കപ്പ് തേങ്ങ ഉണ്ടാവും. തേങ്ങ ഒരുപാട് വേണ്ട കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറിൽ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ചെറിയ തീയിൽ വറുത്തെടുക്കുക. അതൊക്കെ സാമ്പാറിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുത്തോട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ കരിപ്പിച്ചിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന്. പിന്നെ നമ്മൾ പരിപ്പ് വേവിച്ചത് ആ വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വഴുതനയും വെണ്ടയും ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഒന്ന് തിളച്ച് റെഡി ആയിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ വഴുതനയും കുക്കായിട്ട് വരും. അതവിടെ കുക്കായിട്ട് വരട്ടെ. നമ്മൾ തേങ്ങ ഞാനിവിടെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആ ഒരു കളർ ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് ആ ഒരു കളറിൽ തന്നെ നിങ്ങൾ ആക്കിയെടുക്കുക. ഇതുപോലെ നമ്മൾ ഒരുപാട് ടൈപ്പ് സാമ്പാറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നേ. ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മസാല സാമ്പാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചേർത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അരപ്പ് വഴുതനയൊക്കെ വെന്തതിന് ശേഷം അരപ്പ് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഒന്ന് വറവിട്ടെടുക്കണം. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വറവിട്ടെടുക്കാം. നിങ്ങൾക്ക് മസാല സാമ്പാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ അരപ്പിൻ്റെ ഭാഗം കൊണ്ട് ഒഴിവാക്കിയിട്ട് വറവൊഴിച്ചാൽ മതി കേട്ടോ. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള സാമ്പാറാണ്. ആ ഒരു ശർക്കരേൻ്റെ ചെറിയൊരു മധുരം നമുക്ക് കിട്ടണം. മധുരമായിട്ട് വരില്ല, പക്ഷെ ആ ഒരു എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അതാ സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ മൈസൂർ മല്ലിയില അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഒന്നുകൂടെ ടേസ്റ്റ് കൂടും സാമ്പാറിന്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറവൊഴിക്കണം. ഒന്നുമില്ല, കടുക്, കറിവേപ്പില, ഉണക്കമുളക് ഇത്രയൊക്കെ ചേർത്ത് സാധാ ഒരു വറവ് അതും കൂടെ ഒന്ന് ഒഴിച്ചാൽ നമ്മളെ സാമ്പാർ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മളെ സാമ്പാറിന് നല്ല കിടിലൻ ടേസ്റ്റ് കിട്ടുക. ഞാൻ ഇതല്ലാതെ വേറെയും സാമ്പാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നല്ല അടിപൊളി വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കളറ് കണ്ടാൽ തന്നെ അറിയില്ല, ലുക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. ആ സാമ്പാറിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ അതിനുശേഷം വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു, അത് ആറിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് ഒരു വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി, ഒരു വീഡിയോൻ്റെ തംബ്നെയിൽ, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റഫീഖയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് മീനൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റഫീഖ വന്നതുകൊണ്ട് വേഗം പൊരിച്ചെടുത്തതാണ്. ഇല്ലെങ്കിൽ നമ്മൾ സാമ്പാറും ഇതും മതി എന്നാട്ടോ വിചാരിച്ചത്. റഫീഖ വന്നപ്പോൾ അങ്ങനെ എന്നും വരുന്നതല്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് മീനും കൂടെ ഒന്ന് പൊരിച്ചെടുത്തു. പിന്നെ ഇതിൻ്റെ കൂടെ അത് സാമ്പാറൊക്കെ കാണിക്കുമ്പോൾ പിന്നെ അത് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, അതിൻ്റെ ഒരു ലുക്ക് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കാണിക്കാതിരുന്ന കേട്ടോ ഫ്രൈ ചെയ്യുമ്പോൾ. റഫീഖ ഇതാ ഇപ്പോൾ തന്നെ പോകും കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ കുറച്ച് സമയം ഞാനൊന്ന് കടന്നിട്ടുണ്ടായിരുന്നേ. കടന്നതല്ല, വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്ന് ഇങ്ങനെ കുറേ നേരം ആയപ്പോൾ പിന്നെ ഒരു അരമണിക്കൂർ കടന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ വൈകുന്നേരം ഞാൻ ചെടികളൊക്കെ ഒന്ന് നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ തന്നെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. മാത്രമല്ല, നമുക്ക് കുറേ ദിവസം മഴയായിട്ട് പിന്നെ വെയിലൊക്കെ കാണുമ്പോൾ ഒരു ഉഷാറില്ലേ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പുറത്തുകൂടെ നടക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. നമ്മളെ മുന്നത്തെ കുട്ടിയില്ലേ, നിശൻ്റെ വീട്ടിലത്തെ കുട്ടി, ഓനിപ്പോൾ ഫുൾ ടൈം പുറത്ത് തന്നെയാണ് കേട്ടോ. ഓന് പുറത്ത് വണ്ടി കൊണ്ട് കളിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം മഴയായിട്ട് അകത്തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഓൻ്റെ കാര്യം കൂടെ ഓർമ്മ വന്നതാണ് കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരത്തെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വേഗം 4 മണിക്ക് ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ആക്കിയെടുക്കല. അപ്പോൾ ഇന്ന് റഫീഖ നെയ്പ്പത്തിരി ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതുതന്നെയാണ് ഇന്ന് എനിക്കും ഉണ്ടാക്കുന്നത്. നമ്മൾ പുട്ടുപൊടി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ അജ്മി പുട്ടുപൊടിയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഏത് ബ്രാൻഡ് പുട്ടുപൊടിയും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനൊരു കണക്കൊന്നുമില്ല. പുട്ടുപൊടീൻ്റെ മാറ്റത്തിനനുസരിച്ച് വെള്ളത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു കറക്റ്റ് അളവ് പറയുന്നില്ല. തിളച്ച വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം, കുഴക്കെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അവിടെ വെച്ചോട്ടോ. എന്നിട്ട് ബാക്കി വേണമെങ്കിൽ പിന്നെയും വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. സോഫ്റ്റ് മീൻസ് നമ്മൾ നെയ്പ്പത്തിരിക്കൊക്കെ ആ ഒരു കുഴവ് അറിയില്ലേ, കയ്യിലിട്ട് ഞാൻ കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ നമുക്ക് കുഴഞ്ഞിട്ട് കിട്ടണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട്
അതൊന്ന് ആ ഒരു പരുവത്തിന് ആക്കിയിട്ടെടുക്കട്ടെ. നല്ല ഈസി ആട്ടോ. ഞാനിതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പ് കേട്ടോ, അധികം വേണ്ട, തേങ്ങയൊന്നും അധികം വേണ്ട. 1/4 കപ്പ് തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ, അതാണ് കാണിക്കാതിരുന്നത്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ഇനി ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഞാൻ കുറച്ചുകൂടെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ആ ഒരു പരുവത്തിനൊന്ന് ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ എണ്ണച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, എണ്ണ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേഗം ഫുഡ് കഴിക്കണമല്ലോ, അതുകൊണ്ടാണ് വേഗം ഒന്ന് സ്പീഡാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ എനിക്കുള്ളത് ആണ് ചുട്ടെടുക്കുന്നത്. വാവക്ക് ചപ്പാത്തിയാണ് കേട്ടോ. രാത്രി വാവ ചപ്പാത്തി തന്നെയാണ് കഴിക്കൽ, രാവിലെ കഴിക്കോട്ടെ നെയ്പ്പത്തിരി. അപ്പോൾ റഫീഖ വന്നിട്ടേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവട്ടോ, ഈ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇങ്ങനെ പ്രസ്സിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു പാത്രം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ഒരു പാത്രം കൊണ്ട് പ്രസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് തിന്നായിട്ട് പോകരുത്, ഒരുപാട് തിക്കായിട്ടും പോകരുത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ, നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരാതെ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കട്ടി കുറവായിരിക്കും, കനം കുറവായിരിക്കും. അപ്പോൾ അതൊന്നും കൂടെ ഇച്ചിരി കൂടെ നിങ്ങൾ ആക്കിയതിന്നും ഒന്നുകൂടെ ഒന്ന് കട്ടിയാക്കിയിട്ട് പരത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ പൊങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. എണ്ണയൊന്നും കുടിക്കാത്ത നെയ്പ്പത്തിന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല പൊങ്ങി നല്ല സൂപ്പറായിട്ട് തന്നെ വരും. പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ട് തന്നെ കിട്ടുവേ. അപ്പോൾ ഞാൻ ചപ്പാത്തിയോ അങ്ങനെ എന്തോലാണ് കഴിക്കൽ. പക്ഷെ ഇന്ന് ഒരു 2 നെയ്പ്പത്തിരി കഴിക്കാമെന്ന് വിചാരിച്ചു. അളവ് കുറക്കാം. പിന്നെ നമ്മൾ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ട് അത് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം അത് നമുക്കുണ്ടാവുമല്ലോ. കുറേ നാൾ നമുക്കെല്ലാം മാറ്റി ഇപ്പോൾ ബിരിയാണി ആണെങ്കിലും ഇങ്ങനത്തതൊക്കെ ആണെങ്കിലും നമ്മൾ ഒഴിവാക്കി വെക്കുമ്പോൾ ഒഴിവാക്കാൻ നമുക്ക് അളവ് കുറക്കാം. ഒരു 1-2 കഴിക്കുന്നതിലൊന്നും പ്രശ്നമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അത്രയും സമയം നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു 4 മണിക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കഴിക്കുന്നത് നാളെ രാവിലെ 8 മണിക്കാണ്. അപ്പോൾ അത്രയും ഫാസ്റ്റിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്നാലും ഒരുപാട് കഴിക്കാൻ പാടില്ല. നമ്മൾ ആഗ്രഹത്തിന് ഒരു 2-3 ഒക്കെ കഴിക്കുന്നതിലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിക്കുക എന്തെങ്കിലും വെജിറ്റബിൾസോ ഒക്കെ കൂട്ടിയിട്ടും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്തിട്ട് 2 നെയ്പ്പത്തിരിയും കൂട്ടിയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് കഴിച്ച് ഫില്ലാക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. കുറേ ട്രൈ ചെയ്തിട്ടും ശരിയാത്തവരാണെങ്കിൽ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുട്ടുപൊടിയൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലേ, ഇനി എപ്പോഴും വാങ്ങാൻ കിട്ടുന്നൊരു ഐറ്റവും കൂടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറന്നുകൊണ്ടാ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ വാവ് കഴിക്കുന്ന വിചാരിച്ചിട്ട് ഒരു 3-4 കൂടെ ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ രാവിലെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ സാമ്പാറിലുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത്, ഇന്നിപ്പോൾ സാലഡൊന്നും ഉണ്ടാക്കുന്നില്ല, ഇതിൽ തന്നെ കഷ്ണങ്ങളുണ്ടല്ലോ അതൊക്കെ എടുക്കട്ടെ. പിന്നെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ കഴിക്കട്ടെ. ഒരു പേരയ്ക്കയോ റംബൂട്ടാനോ നമ്മൾ വീട്ടിലുള്ള അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നുപോലെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.